ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലൈക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 77 മലൈ സോങ്, മൈ ഒപ്പീനിയൻ 77 മലൈ സോങ്ങിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് 7 കടൽ 7 മല എന്നത്. അപ്പോൾ അതിലെ ഗാനം 77 മല എന്ന ഗാനം പുറത്തിറങ്ങി. ആ ഗാനത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായമാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധായകൻ മ്യൂസിക് ഡയറക്ടർ യുവശങ്കർ രാജയാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണ. മറ്റൊരു മ്യൂസിക് ഡയറക്ടറായ സന്തോഷ് നാരായണ യുവശങ്കർ രാജയും ചേർന്നാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. 77 മല 7 കടൽ താണ്ടി എന്ന് തുടങ്ങുന്ന മനോഹരമായ ലിറിക്സ് എഴുതിയിരിക്കുന്നത് മദൻ കാർത്തിയാണ്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം മെലഡികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഗാനം ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ വളരെ നല്ലൊരു ഫീലായിട്ട്, വളരെയധികം മനസ്സിലേക്ക് ചൂടിനിറങ്ങിയെന്ന് പറയാം. വളരെ മനോഹരമായൊരു ഫീലിങ്സ് ആയിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ തോന്നിയത്. പ്രത്യേകിച്ച് ഇത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പം കേൾക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ട് വീണ്ടും തോന്നും. വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നൊരു ഗാനമായിട്ട് തന്നെ കേട്ടപ്പോൾ തന്നെ അത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു. 77 മല 7 കടൽ എന്നുള്ള ഈ സോങ്. 7 കടൽ 7 മല. പിന്നെ നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രം. പിന്നെ നിവിൻ പോളി കൂടാതെ സൂറി ഹാസ്യ താരത്തിൽ നിന്നും നായക വേഷത്തിലേക്കുള്ള പ്രൊമോഷൻ കിട്ടിയ നടനാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം നായകനായിട്ടുള്ള സിനിമകളൊക്കെ വന്നു വിജയം നേടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹമുണ്ട്, അഞ്ജലി ഉണ്ട്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് റാമാണ്, നാഷണൽ അവാർഡ് വിന്നർ ഡയറക്ടർ റാം. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ചിത്രമാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം കടത്തു തമിഴ്, പിന്നെ തങ്കമീനുകൾ, പിന്നെ തരമണി, പിന്നെ പേരൻപിന് മമ്മൂട്ടിയായിരുന്നു നായകൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ചിത്രം റാം. ചിത്രം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞ ചിത്രമാണ്. കാരണം ഇത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റോട്ടർഡാമിലൊക്കെ പ്രദർശിപ്പിച്ച് നിരൂപക പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയൊരു സിനിമയാണ് 7 കടൽ 7 മല എന്നത്. അപ്പോൾ യുവശങ്കർ രാജയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം സമീപകാലമായിട്ട് അത്ര ഫോമിലല്ല. അപ്പോൾ ഗോട്ടിലെ ഗാനമൊക്കെ വളരെയധികം മിക്സഡ് റിവ്യൂസാണ് വന്നത്. ബിസിൽ പോഡ് എന്നുള്ള സോങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു, അനിരുദ്ധിനൊക്കെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഈ മനോഹരമായ മെലഡി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മെലഡി തയ്യാറാക്കുന്നതിൽ അദ്ദേഹം കിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ സോങ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, മുൻകാല സോങ്സൊക്കെ. അപ്പോൾ അദ്ദേഹം ബാക്ക് ഓൺ ട്രാക്ക് എന്നാണ് എനിക്ക് തോന്നിയത് ഈ പാട്ട് കേട്ടപ്പോൾ. 77 മല 7 കടൽ താണ്ടി. വളരെ മനോഹരമായൊരു സോങ്, വളരെ മനോഹരമായ മേക്കിംഗ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഏകാംബരമാണ്. വിഷ്വൽസും അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും വീണ്ടും കേൾക്കണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ഗാനമായിട്ടാണ് യുവശങ്കർ രാജ എത്തിയിരിക്കുന്നത്. 77 മലൈ സോങ്, 7 കടൽ 7 മലൈ മൂവി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.